എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. എല്ലാ ദിവസവും ഞാൻ എൻ്റെ തലയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ പറഞ്ഞു തരാറുള്ളത് അല്ലേ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ തലയിൽ ഇതുവരെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനല് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോസ് എല്ലാം തന്നെ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്. അത് ഉപയോഗിക്കുന്നവരും ചെയ്യുന്നവരും ഉണ്ട്, വളരെ കറക്റ്റായിട്ട്. നമ്മുടെ ഫുഡ് പോലും, നമ്മൾ പറഞ്ഞ ഫുഡ് പോലും കേട്ടോ. അപ്പോൾ ഇന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ചെറുതായിട്ടേലും ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. ഞാൻ എൻ്റെ മുടിയിൽ ചെറുപ്പം മുതലേ ഷാംപൂ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറില്ല. അതായത് ഡെയിലി ഞാൻ ഷാംപൂ യൂസ് ചെയ്യാറില്ല. അഥവാ ഷാംപൂ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാൻ ഷാംപൂ യൂസ് ചെയ്യാറുള്ളൂ. അതും വെള്ളത്തിൽ കലക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അത് വളരെ കറക്റ്റായിട്ട് എൻ്റെ അമ്മയ്ക്ക് അറിയാം എൻ്റെ തലയിൽ എത്ര ചളിയുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം എനിക്ക് ഷാംപൂ വേണം, എത്ര വെള്ളം വേണം. ഒരു കപ്പ് വെള്ളത്തിൽ 2 സ്പൂൺ ഷാംപൂ ഒരു കണക്കിനനുസരിച്ചാണ് ഞങ്ങളെടുത്ത് യൂസ് ചെയ്യാറുള്ളത്. ആ ഒരു അന്ന് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഞാൻ ഷാംപൂ യൂസ് ചെയ്യാറുള്ളൂ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഷാംപൂ നമ്മുടെ തലയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ മുടിയിൽ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു മൃദുത്വം, സ്വാഭാവികമായിട്ടുള്ള ഒരു എണ്ണമയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പിന്നെ നമ്മുടെ മുടി ഡ്രൈ ആയിട്ട് മുടി പൊട്ടിപ്പോവാനും സ്പ്ലിറ്റ് ആവാനും മുടിയുടെ ആ ഒരു തിളക്കും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് ആകെ ഒരു ചകിരി പോലെയാവും നമ്മുടെ മുടി. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഡെയിലി ഷാമ്പു യൂസ് ചെയ്യുന്നവരുണ്ട്, മുടി നന്നായിട്ട് പാറി പറന്ന് കെടുക്കണം എന്ന് ആഗ്രഹിച്ച് എന്നും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഷാമ്പു പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. അത് നല്ലതല്ല. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ ഇതുവരെ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള ഹെയർ കെയർ ടിപ്പുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഹെയർ കെയർ പാക്കുകളായിക്കോട്ടെ, ഞാൻ തലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറിപ്പോയാൽ 20 മിനിറ്റ് മാത്രമേ തലയിൽ വെക്കാറുള്ളൂ. ഇനിയിപ്പോൾ അഥവാ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ള സാധനമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അലോവേര ജെല്ലൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു 30 മിനിറ്റോളം അത്ര നേരം ഞാൻ വെക്കാറുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ വെക്കാറില്ല. അഥവാ എന്തെങ്കിലും ഒരു ദിവസമൊക്കെ അങ്ങനെ സംഭവിക്കാറുള്ളൂ. അപ്പൊ അത് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അധിക നേരം നമ്മുടെ തലയിൽ ഈ ഒരു ഹെയർ പാക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടിപ്പ് ആയിക്കോട്ടെ കൂടുതൽ നേരം ഇരുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണവും കാര്യങ്ങളൊന്നും കിട്ടാനില്ല. നമ്മുടെ തല തണുക്കാനും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ആ സാധനത്തിന്റെ ഗുണം നമുക്ക് കിട്ടാനൊക്കെ ഏകദേശം 20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കിട്ടാവുന്നതാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ പച്ചവെള്ളത്തിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പൊ ഇത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പലരും പാക്കുകൾ ഉപയോഗിച്ചിട്ട് 1 മണിക്കൂറോളൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു പക്ഷേ മുടിയിൽ കായ വരാനും ഇത് ഉണങ്ങി പിടിച്ചിരുന്നിട്ട് കഴുകി കളയുമ്പോൾ ഒരുപാട് മുടി നനഞ്ഞു കുതിർന്ന് പറഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് നിർത്തിവെക്കുക. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി പലരും എണ്ണ തേച്ച് കിടക്കുന്ന ശീലമുള്ള ആളുകളുണ്ട്. എനിക്ക് ആ ശീലമില്ല. പക്ഷെ ശീലമുള്ള ആൾക്കാർക്ക് ഒരു പക്ഷെ ഗുണം കിട്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്നുണ്ടായിരിക്കുക. അതിന് നമ്മൾ എതിർപ്പില്ല. പക്ഷെ ഇനി നിങ്ങൾ ആരെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് എവിടുന്നേലും ഒരു അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് രാത്രി എണ്ണ തേച്ച് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഹെൽത്തിയാണ് അല്ലെങ്കിൽ നമ്മുടെ തലയോട്ടുള്ള സ്കിന്നിന് ഹെൽത്തിയാണ് നിങ്ങൾ ആരുടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ അനലൈസ് ചെയ്യുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡ്രൈ സ്കിന്നാണോ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സ്കിന്നാണോ, നമ്മുടെ ഓയിൽ സ്കിന്നാണോ, നമ്മുടെ ഓയിൽ മുടിയാണോ ഒക്കെ ഒന്ന് അറിഞ്ഞു വെക്കാം. അതായത് ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് ഒരു പക്ഷേ അത് റിസൾട്ട് ഉണ്ടായേക്കാം. നമ്മുടെ നോർമൽ സ്കിന്നാണ് അല്ലെങ്കിൽ ഓയിലി സ്കിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ദോഷമായിട്ട് മാറും. നമ്മുടെ തലയുടെ ഓട്ടിൽ സ്വാഭാവികമായിട്ടും ഒരു എണ്ണമയം ഉണ്ട്. അപ്പൊ അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ കൂടുതലായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണവും കാര്യങ്ങളൊന്നും കിട്ടാൻ ഇല്ല. അപ്പൊ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ ആവശ്യത്തിന് എണ്ണ മാത്രം ഉപയോഗിച്ച് തല നന്നായിട്ട് മസാജ് ചെയ്യുക, മുടിയിലെ ജടകൾ കളയുക, മുടിയിലേക്ക് ജസ്റ്റ് ഒന്ന് എണ്ണ തൊട്ട് പരട്ടി കൊടുക്കുക. നിങ്ങൾ കുളിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുടി ഡ്രൈ ആവാതിരിക്കാനും നമ്മുടെ തലയോട്ടുള്ള സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനും മുടിക്കൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പിന്നെ നമ്മുടെ എണ്ണ സഹായിക്കുന്ന അതിലെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ മുടീനെ ഹെൽത്തി ആക്കി കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രാത്രി എണ്ണ തേച്ച് കിടക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഡ്രൈ സ്കിന്നാണോ, ഓയിൽ സ്കിന്നാണോ,
നോർമൽ സ്കിന്നാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് ചെയ്താൽ മതി. ഞാൻ ചെറുപ്പം മുതലേ ഇപ്പൊ ഈ ഒരു നിമിഷം വരെ ഞാൻ അങ്ങനെ ഒരു ഹെയർ കെയർ മെത്തേഡ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. 4-മത്തെ ഒരു പോയിന്റ്, നനഞ്ഞ മുടി ഞാൻ ചീകാറുമില്ല, അതേപോലെ തന്നെ കെട്ടി വെക്കാറുമില്ല. ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ തല കുളിച്ച് പോകേണ്ട ഒരു കാര്യമാണെങ്കിൽ നമ്മുടെ മുടിക്ക് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഞാൻ നീക്കുക, അതായത് പുലർച്ചെയൊക്കെ നീക്കുക. അതെൻ്റെ ഫാമിലികളിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ മുടി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നനഞ്ഞ മുടി ഞാൻ കെട്ടിവെക്കാറുമില്ല, ചീകാറുമില്ല. അഥവാ ഞാൻ ചീകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫാനിന്റെ ചോട്ടിലൊക്കെ വെച്ചിട്ട്, അതായത് കറങ്ങണ ഫാനില്ലേ അതിന്റെ ചോട്ടിൽ വെച്ചിട്ട് മുടിയൊക്കെ ജസ്റ്റ് കൈ കൊണ്ട് ജസ്റ്റ് വേറെടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം നല്ലോണം പല്ല് അകലച്ചുള്ള ചീർപ്പ് കൊണ്ട് ഞാൻ ജസ്റ്റ് മുകളിൽ മാത്രം ഇതുവരെ ജസ്റ്റ് ഒന്ന് ചീന്തി കൊടുക്കും. അതിനുശേഷം നല്ലോണം പല്ലടുപ്പുള്ള ചീർപ്പ് വെച്ചിട്ട് മുടി ഈ ഒരു സെക്ഷൻ നന്നായിട്ടൊന്ന് വൃത്തിയായിരിക്കാൻ വേണ്ടിയിട്ട് ഈ സെക്ഷൻ മാത്രം ഒന്ന് ചീന്തി കൊടുക്കും. എന്നിട്ടാണ് ഞാൻ മുടി കെട്ടാറുള്ളൂ. അപ്പോൾ നനഞ്ഞ മുടി നമ്മൾ കൂടുതലായിട്ട് ചീന്തുകയോ അല്ലെങ്കിൽ വലിച്ചു ചീന്തുകയോ കെട്ടിറക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഡാമേജ് ആയി പോവാനും സ്പ്ലിറ്റായി പോവാനും നമ്മുടെ അതായത് റൂട്ട്സ് വളരെ നന്നായിട്ട് നനഞ്ഞിരിക്കുന്ന ഒരു സമയമാവും അല്ലേ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ മുടി പെട്ടെന്ന് പറഞ്ഞു പോവാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും നനഞ്ഞ മുടി ചീകാതിരിക്കുക. ചീകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കെട്ടിറക്കുന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈവിരലുകളോ അല്ലെങ്കിൽ നല്ലോണം പല്ലകൽച്ചുള്ള ചീർപ്പ് കൊണ്ടോ നിങ്ങൾ ചീന്തുക. അപ്പൊ ഇതായിരിക്കും നല്ലത്. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ അങ്ങനെ ശീലിച്ചു വന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന രൂപയുടെ അമ്മയ്ക്ക് പണ്ട് മുതലേ റൂട്ട്സിനെ കുറിച്ച് അറിയുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. എൻ്റെ അമ്മ എന്ന് പറയാം മുടി കടചോടെ പറഞ്ഞു പോരും, അല്ലെങ്കിൽ മുടിയുടെ തുമ്പ് പൊട്ടി പൂട്ട രൂപ എന്നൊക്കെ പറയും. അപ്പൊ അന്ന് അങ്ങനെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു. ഇപ്പൊ എനിക്ക് ഏട്ടനാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇതിന്റെ ഇംഗ്ലീഷ് വേർഡുകളൊക്കെ ഏട്ടൻ എനിക്ക് പറഞ്ഞു തരും. അപ്പൊ അതും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല നാടൻ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മുടി കടചോടെ പറഞ്ഞു പോരും, അതേപോലെ തന്നെ മുടി പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ മുടിയുടെ ഈ മുകളിലുള്ള മൃദുത്വമില്ലേ അതൊക്കെ നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നനഞ്ഞ മുടി കെട്ടിവെക്കാതിരിക്കുക, അതേപോലെ തന്നെ മുടി ചീകാതിരിക്കുക. കെട്ടിവെക്കുമ്പോൾ നമുക്ക് കായ വരാനും അതേപോലെ തന്നെ ഫംഗസ് വരാനൊക്കെ കാരണമാവും. പിന്നെ ഒരു ജാതി വൃത്തികെട്ട സ്മെല്ല് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതൊക്കെ നമ്മുടെ മുടിക്ക് ദോഷമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നനഞ്ഞ മുടി ചീകാതിരിക്കുക, കെട്ടിവെക്കാതിരിക്കുക. അപ്പൊ അവസാനത്തെ 5-മത്തെ പോയിന്റ് ഞാൻ ഏട്ടനും കൂടി പറയാം, അതായിരിക്കും രസം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 5-മത് പ്രധാനമായിട്ട് പറയാനുള്ളത് ഒരു ഹെയറിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് അതിന്റെ സ്വാഭാവികമായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഹെയറിൽ നമ്മൾ കളർ ചെയ്യുക, ചുരുണ്ട മുടിയുള്ള ആളുകൾ മുടി സ്ട്രെയിറ്റ് ചെയ്യുക, അതേപോലെ തന്നെ കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ, നമ്മൾ എപ്പോഴും മുടി പട്ടുപോലെ കിടക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. വളരെയധികം കോസ്റ്റ്ലിയാണ് ആ സംഭവങ്ങൾ. അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ ഒരു വിശേഷത്തിന് അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ വേണ്ടി ഇത് ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കണം. ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാതെ ജസ്റ്റ് 1-2 പ്രാവശ്യം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ മുടി ഡാമേജ് ആയിട്ട് പോകും. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങൾക്കൊരു ദിവസം ഏറ്റവും കുറഞ്ഞത് 1-2 കോളുകൾ ഈ രൂപത്തിൽ വരും. ഞങ്ങൾ ട്രീറ്റ് ചെയ്ത ഹെയർ ആണ് ഇത്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഓയിൽ എഫക്റ്റീവ് ആണെന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത്, ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന മുടിയില്ലേ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ മുടി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പാർട്ടാണ്. നമുക്ക് എക്സ്റ്റേണൽ ഹെയർ കെയർ കൊടുത്തുകൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഉള്ളുന്ന് വരുന്ന മുടി നമുക്ക് ഫുഡ് മറ്റു കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തത് ഓക്കെ ആക്കാം. എക്സ്റ്റേണൽ ഹെയർ നമുക്ക് ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്ത് നോക്കാം. അത് സക്സസ് ആവും, എത്രത്തോളം സക്സസ് ആവും എന്ന് നമുക്ക് പറയാൻ പറ്റും. അനുഭവമില്ല, നമുക്ക് അനുഭവമില്ല. നമ്മൾ അങ്ങനെ ഒരു സംഭവം ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് അനുഭവം ഇല്ലാത്തത്. അപ്പോൾ കഴിയുന്നതും കേളി ഹെയർ ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈര പോലത്തെ മുടിയായിരിക്കും ചുരുണ്ട മുടി. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാതെ ഇത് ഹീറ്റ് ചെയ്ത് സ്ട്രൈറ്റ് ചെയ്യാതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഏത് കാലത്തും നമുക്ക് ആ മുടി ഉണ്ടാവും. ഇത് നിങ്ങൾ സ്ട്രൈറ്റ് ചെയ്താൽ ബിസ്ക്കറ്റ് പൊടിയണ പോലെയാണ് മുടി പൊടിയുക. ബിസ്ക്കറ്റ് പൊടിയുക മീൻസ് അതിൻ്റെ നോർമൽ ആയിട്ടുള്ള എല്ലാ ഇതും നഷ്ടപ്പെട്ട് അത് ജസ്റ്റ് ഒരു എന്താ പറയുക ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ സ്ട്രൈറ്റ് ചെയ്ത ഒരു അവസ്ഥയിലേക്ക് മുടി വരും. പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ്, കെമിക്കൽ ട്രീറ്റുകൾ അതിന് റെഗുലർ ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ആ മുടി ഡാമേജ് ആവും. ഇത് ഞാൻ പറയണ സമയത്ത് എനിക്കെതിരെ പലരും സംസാരിക്കാൻ സാധ്യതയുണ്ട്.
മുടി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ചെറുപ്പം മുതലേ മുടി നല്ല ഇഷ്ടമുള്ള ആളാണ്. മുടി ഉള്ള ആളുകളെ എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ ക്ലാസ്സിൽ നല്ല മുടിയുള്ള 2-3 പെൺകുട്ടികളുണ്ടായിരുന്നു. അനിത എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി. എൻ്റെ ഈ വീഡിയോ കാണേണ്ട ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് മുടി ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, കോണ്ടാക്റ്റിലില്ല. ഒരു അമൃത എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു, നല്ല മുടിയുള്ള കുട്ടിയാണ്. അതേപോലെ തന്നെ മുടിയുള്ള ഒരുപാട് കുട്ടികളെ നമുക്കറിയാം. പക്ഷെ പലർക്കും മുടിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ട് അവർ ഇതേപോലെയുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യും, അങ്ങനെ മുടി നഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ നാച്ചുറൽ കളറിങ് ഉണ്ട്, നമ്മൾ ബീട്രൂട്ടൊക്കെ അരച്ചിട്ട് അങ്ങനെയുള്ള കളറുകളൊക്കെ നമുക്ക് ചെയ്യാം. ബീട്രൂട്ട് ഇടുന്നത് മുടിക്ക് ഒരു ബർഗണ്ടി കളർ കിട്ടാനൊക്കെ സഹായിക്കും. അതേപോലെ തന്നെ ഹെന്ന ചെയ്യാം മുടിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതിലൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ഒരു കാരണവശാലും ഒരു ഫംഗ്ഷന് വേണ്ടി നിങ്ങളിത് ചെയ്യരുത്. നിങ്ങൾ സാമ്പത്തികമായിട്ട് ഉള്ള ആളുകളാണ്, മുടി നിങ്ങൾക്ക് ഇതേപോലെ ഏത് കാലത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. രൂപ എൻ്റെ വിവാഹത്തിന് ശേഷം ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതിന് മുന്നേ അവളുടെ അമ്മ സമ്മതിക്കില്ല. കാരണം അവളുടെ അമ്മയും രൂപയെ പോലെ തന്നെ നന്നായിട്ട് മുടി നോക്കുന്ന ആളാണ്. ഇപ്പോഴും എത്ര വയസ്സായി അല്ലെ? 56 വയസ്സായി. ഇന്നും കുട്ടികളെ നോക്കണ പോലെ മുടി നോക്കുന്ന ഒരാളാണ്. അപ്പൊ നന്നായിട്ട് നമ്മൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടി നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് മുടി ഉള്ള ആളായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാം. അതിനുള്ള ഭക്ഷണങ്ങളും അതിനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ആ മുടി വരും. അതിന് 100% നമുക്ക് ഒരുപാട് റിസൾട്ടുകളുണ്ട്. ഞാൻ ഒറ്റ റിസൾട്ട് നമ്മുടെ ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന ഒരു താത്തോട് ചോദിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ 1000കണക്കിന് റിസൾട്ടുകളുണ്ട്. ജെൻസിന്റെ റിസൾട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ ഞെട്ടും. അത്രത്തോളം റിസൾട്ടുള്ള എന്താ പറയുക ഹെയർ കെയർ മെത്തേഡുകളാണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഹെയർ ഓയിൽ മാത്രമല്ല, നമ്മൾ ഭക്ഷണം പറഞ്ഞു കൊടുക്കാറുണ്ട്, ചെയ്യേണ്ട റൂട്ടീൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരുടെ ബോഡി ടൈപ്പ്, അവരുടെ ശരീരപ്രകൃതി ഒക്കെ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. 1 രൂപ ഫീസ് വാങ്ങിയിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. നമുക്ക് അറിയാം മുടി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന. മുടി ഉള്ള ആളുകൾക്ക്, മുടി ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് ഇതൊരു പ്രശ്നമല്ല. അതേപോലെ നല്ലപോലെ മുടി ഉണ്ടായിരുന്ന ആളുകൾ കഷണ്ടി ആകുമ്പോൾ, മുടി പോയി തലയോട്ടിയൊക്കെ കാണുമ്പോൾ ജെൻസ് ആയാലും ലേഡീസ് ആയാലും അവർക്ക് ഭയങ്കര വിഷമായിരിക്കും. ഒരു കാര്യം കൂടി, ഹെയർ നല്ല രീതിയിലുള്ള ആളുകളെ കാണുമ്പോൾ എപ്പോഴും അവരോട് പറയുന്ന ലെയർ കട്ട് ചെയ്തുകൂടെ, അതേപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള ഭംഗി ഉള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തുകൂടെയാണ്. അതും നിങ്ങൾക്ക് ഏത് കാലത്തും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് കാര്യമൊക്കെ 2-3 ദിവസം കൂടുമ്പോൾ പാർലറും അല്ലെങ്കിൽ നമ്മുടെ അവിടെ ബ്യൂട്ടീഷ്യനൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, അങ്ങനെ ചെയ്യാവുള്ളൂ. അല്ല ഒരു ഫംഗ്ഷനോ ഒരു ഒക്കേഷനോ വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്താൽ 1 ആഴ്ച കഴിയുമ്പോഴേക്കും ഈ മുടി പഴയ രൂപത്തിലേക്ക് വരും. പിന്നെ മുടിയൊക്കെ കയറി ഇറങ്ങിയിട്ടായിരിക്കും. ഒരാൾ തൃശ്ശൂരാണെങ്കിൽ ഒരാൾ പാലക്കാടായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് അത് ഒരേ ലെങ്ത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ ഏകദേശം മാസങ്ങളുടെ അല്ലെങ്കിൽ വർഷങ്ങളുടെ പ്രയത്നം വേണ്ടി വരും. അതുകൊണ്ട് മുടി എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്. നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നിലനിൽക്കുള്ളൂ. അപ്പോൾ മുടി ഇഷ്ടപ്പെടുന്ന, മുടി വളർത്താൻ ആഗ്രഹിക്കുന്ന, മുടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒക്കെ ആളുകൾക്കും നമ്മുടെ ചാനലിലുള്ള ടിപ്സ് ഇപ്പം ഈ ഒരു 4-5 ആഴ്ചയായിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ കെയർ മെത്തേഡുകളാണ്. അതും നമുക്ക് വീട്ടില് സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ്. നമ്മുടെ കയ്യിൽ ഒരുപാട്, നമ്മൾ ഗ്രാമപ്രദേശത്താണ്, നമ്മുടെ കയ്യിൽ ഒരുപാട് പച്ചില വർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ്, നിങ്ങൾക്കും കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഹെയർ കെയർ വീഡിയോസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. അപ്പൊ നമ്മൾ വീഡിയോസ് ഏത് സമയത്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്കും കൂടി അത് കിട്ടാവുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ നല്ലൊരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. കറിവേപ്പിന്റെ ഇലയും ഉലുവയും തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് മുടി കൊഴിച്ചിലിന് വ്യത്യാസമുണ്ട്, മുടി കൊഴിച്ചിൽ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമന്റുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചെമ്പരത്തിര പൂവ് അരച്ചിട്ട് നമ്മുടെ മുടി ഭയങ്കര സോഫ്റ്റായി. ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ടിപ്സുകളാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. ഹെയർ കെയർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇത് വളരെയധികം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ രൂപയുടെ മുടിയിൽ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി തലയിൽ ഉപയോഗിക്കാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, തലയിൽ ഉപയോഗിക്കാത്ത ഐറ്റംസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നല്ലാത്തത് കൊണ്ടല്ല, അത് രൂപയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. രൂപ ഉപയോഗിക്കുന്ന സമയത്ത് അവൾക്ക് അത് എന്താ പറയുക എഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോസിലൊന്നും നമ്മളത് കാണിച്ചിട്ടില്ല. കാരണം നമുക്ക് പറ്റാത്തൊരു സംഭവം നമ്മുടെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാത്ത, നമ്മൾ വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഐറ്റംസ് കാണിക്കാറില്ല.
അപ്പൊ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഈ ഇൻഫർമേഷൻസ് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. കാണാം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബാബ, Bye bye, സീ യു. see you. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.